ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വേറൊരു കൂട്ടക്ഷരം പഠിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, എളുപ്പമാണ്, എന്നാലും ശ്രദ്ധയോടെ ഇരിക്കണം. ഇത് പഠിച്ചിട്ടില്ലേ നമ്മൾ? ഇതെന്താ? ച. ഇതെന്തായി? ച അല്ലേ? സ്പ്ലിറ്റ് ചെയ്ത് എഴുതരുത്, ഒരുമിച്ച്. സോറി, ശ്രദ്ധിച്ചിരിക്കുക. അല്ലേ? ഇതാണ് ച. ഇതുപോലെ നമ്മൾ എഴുതുന്ന ഒരു കൂട്ടക്ഷരമാണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടാ. ഇതെന്താ? യ. യ. എന്താണ്? യ. പറഞ്ഞേ. യ. ഉണ്ടോ? ഇത് ഒറ്റയടിക്കാണ് എഴുതേണ്ടത് കേട്ടാ, സ്പ്ലിറ്റ് എഴുതല്ല. നോക്കുക. വേണ്ട. ഇയ്യ. എന്താണത്? ഇയ്യ. നമുക്ക് എഴുതി നോക്കാം, വാക്കുകൾ എഴുതാം, അപ്പൊ മനസ്സിലാവും. ഇയ്യ എഴുതിയത് നിങ്ങൾക്ക് ച എഴുതി പരിചയമുണ്ട്, അതുകൊണ്ട് ഇയ്യ എങ്ങനെ എഴുതുന്നത് അറിയാൻ വേണ്ടിയിട്ട് നേരത്തെ എഴുതി കാണിച്ചതാണ്. ഓക്കെ, നോക്കേ. ഒരാളുടെ പേര് നമുക്ക് എഴുതാം. ആ, യ, പ, ഇൻ. എന്താണ്? അയ്യപ്പൻ. എന്താണ്? ആ, യ, പ, ഇൻ. അയ്യപ്പൻ. ഉണ്ടാ? യ. ഏത് കൂട്ടക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത്? യ. ഇവിടെ എഴുതാൻ ടീച്ചർ. യ. ഉണ്ടാ? യ. മനസ്സിലായോ? അയ്യപ്പൻ. അടുത്തത് ആ, യാ, ഈ, രം. കൂട്ടി വായിച്ചേ. ആ, യാ, ഈ, രം. അയ്യായിരം. എന്താണ് അയ്യായിരം? അയ്യായിരം എന്താ? ഇതെന്താ നമ്മള് പറയാ ഇംഗ്ലീഷില്? 5000 അല്ലേ? അതാണ് അയ്യായിരം. കണ്ടാ? അയ്യായിരം. അടുത്തത് നേ, യ്. അപ്പൊ എന്താ? നെയ്യ്. എന്താണ് നെയ്യ്? ഗീ അല്ലേ? നെയ്യ്. നെയ്യ് ഒഴിച്ച് ചോറുണ്ടാറുണ്ടോ? നെയ്യ് ഒഴിച്ച് ചോറുണ്ടാറുണ്ടോ? യെസ്, നെയ്യ്. ഇതുവരെ നെയ്യ് ഒഴിച്ച് ചോറുണ്ടിട്ടില്ലെങ്കിൽ ഒരു തവണ നെയ്യ് ഒഴിച്ച് ചോറ് തരുമോന്ന് അമ്മേൻ്റെ അടുത്ത് ചോദിക്കണം. ഓക്കെ. ഈ നെയ്യ് ചോറിൽ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുക, പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? നെയ്യ്. യെസ്. അടുത്തത് നേ, യ, പം. എന്താണ്? നെയ്യപ്പം. നെയ്യപ്പം. ഉണ്ണിയപ്പം പോലെ. ഉണ്ണിയപ്പം ഉണ്ണിയായിട്ടിരിക്കണം അല്ലേ? കുറച്ചും കൂടെ വലുതാണ് എന്ത്? നെയ്യപ്പം. നെയ്യപ്പം കഴിച്ചിട്ടില്ലേ? ഓക്കെ. അടുത്തത് തേ,
യം, തെയ്യം. ഓക്കെ, ഒരു കലാരൂപമാണ് തെയ്യം, തെയ്യം. ഓക്കെ, അപ്പൊ നോക്കിയേ, യ ഇതാണ് നമ്മളൊന്ന് പഠിച്ചത്. അയ്യപ്പൻ, അയ്യായിരം, നെയ്യ്, നെയ്യപ്പം, തെയ്യം. കണ്ടാ? എഴുതി പ്രാക്ടീസ് ചെയ്യുക, വായിക്കുക, ഒപ്പം എഴുതുക. ഇത് യ, ഈ വാക്ക്, ഈ കൂട്ടക്ഷരം വരുന്ന വാക്കുകളെ നിങ്ങൾ വായിക്കുന്നതിൽ നിന്നും കണ്ടെത്തി പഠിക്കാനായിട്ട്, കൂടുതൽ ഉദാഹരണങ്ങളും കൂടെ കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം.